നമസ്കാരം. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള, ഏറ്റവും മഹത്വമേറിയ വ്യക്തിത്വമുള്ള നേതാവാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോഡി, നമ്മളുടെ പ്രധാനമന്ത്രി. ആരാ പറയുന്നതെന്നറിയാമോ? ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയിലത്തെ പ്രസംഗത്തിൽ കാശ്മീരി വിഘടനവാദി നേതാവായിട്ടുള്ള ഒരു പുരോഹിതനാണ് തൻ്റെ ജുമാ നമസ്കാരത്തിൽ കുത്തുബേനോ മറ്റോ പറഞ്ഞത്. മോദിയെ പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ് എന്ന് സാരം. ഇപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിലും ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ പതുക്കെ മോഡി പ്രണയമേറി വരികയാണ് മുസ്ലിങ്ങൾക്ക്. കാരണം മറ്റൊന്നുമല്ല, മോദി എന്ന് പറയുന്ന മഹാസ്തംഭത്തെ കുത്തി വീഴ്ത്താൻ തക്ക താക്കത്തൊന്നും ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾക്കില്ല എന്ന് അവർ മനസ്സിലാക്കി, പതുക്കെ മനസ്സിലാക്കി. ഇപ്പോൾ ഈ പെറ്റു വീഴുന്ന ആട്ടിൻകുട്ടി, ആ ആട്ടിൻകുട്ടിക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുക്കും. ആ സ്വാതന്ത്ര്യം അവൻ ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങും. അവൻ അടക്കളയിലേക്ക് കയറി വരും. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അവൻ അതിൽ തലയിടും. അവൻ അപ്പുറത്തുള്ള ചെടിയൊക്കെ കടിക്കാൻ തുടങ്ങും. ആ ഒരു പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? ഒരു കയറെടുത്ത്, ചെറിയൊരു കയറെടുത്ത് അവനെ കെട്ടും. ഏതെങ്കിലും തൂടുമ കെട്ടിയിടും. ഈ കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ ആഹാരം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. അതിങ്ങനെ വലിച്ചു പൊട്ടിക്കാൻ നോക്കും. അവൻ്റെ കഴുത്ത് പോലും പോകുന്ന രീതിയിലാണ് അവൻ വലിച്ചു പൊട്ടിക്കാൻ നോക്കുക. അവൻ കിടന്ന് കരയും, ഭയങ്കരമായിട്ട് ഇങ്ങനെ തുള്ളിച്ചാടും. സന്തോഷം കൊണ്ടല്ല, ദുഃഖം കൊണ്ട്. പിറ്റേ ദിവസം അവനത് കാണിക്കും. പക്ഷേ തലേ ദിവസത്തെ അത്രയും തീവ്രതയുണ്ടാവില്ല. മൂന്നാം ദിവസം അവനിങ്ങനെ നിൽക്കുന്ന കാണാം ആ കെട്ടുമ്മേ. അപ്പോഴും വെള്ളം കുടിക്കലും ആഹാരം കഴിക്കലൊന്നും ഉണ്ടാവില്ല. നാലാം ദിവസം അവനൊരു കാര്യം മനസ്സിലാവും, ഇതിനി ഇങ്ങനെയാണ്. അവൻ്റെ അമ്മ ആടുണ്ടല്ലോ, ആട്ടിൻകുട്ടിയുടെ അമ്മ, അത് നോക്കിയപ്പോൾ അവിടെയുണ്ട് കഴുത്തിൽ കയറ്. അവൻ്റെ ചേട്ടന്മാരുടെ കഴുത്തിൽ നോക്കിയാൽ അവിടെയും കയറിട്ടിട്ടുണ്ട്, ചേച്ചിമാരുടെ കഴുത്തിലും കയറുണ്ട്. അപ്പോൾ ഈ കയറിനി അവനുള്ളതാണെന്ന് അവന് മനസ്സിലായി. അവൻ തീറ്റയും കൂടി ആരംഭിച്ചു. ഇത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾക്കും അവരെ ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കും സംഭവിച്ചത്. കേരളത്തിലെ മുസ്ലിങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട്, വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നാഴികയ്ക്ക് 40 വട്ടം ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മോദി വിരോധം അതൊരു വായ്ത്താരിയായിട്ട് കൊണ്ടു നടന്ന KM ഷാജിയെപ്പോലുള്ള ആളുകളുടെ മാറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഏതായാലും അത് ഓൾ ഇന്ത്യ വൈസിൽ, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ആ ഒരു പ്രണയമേറി വരികയാണ്. മോഡി വിരോധം അവർ സ്വയം കുഴിച്ചു മൂടിയിരിക്കുകയാണ്. ഇപ്പോൾ മോദി പ്രണയം, ആ കുഴിച്ചു മൂടിയ മണ്ണിൽ അവർ മോദി പ്രണയം നട്ടിട്ട് അത് മേലോട്ട് ഉയർന്ന് പടർന്ന് പന്തലിക്കാൻ തുടങ്ങിയെന്നർത്ഥം. കാശ്മീരിൽ ഈ വെള്ളിയാഴ്ച നടത്തിയ പ്രസംഗത്തിനിടെ, ജുമാ നമസ്കാരത്തിൽ നടത്തിയ പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രി മോദിയെക്കുറിച്ച് വലിയ രൂപത്തിലാണ് പ്രശംസിച്ചിട്ടുള്ളത്. അതവിടുത്തെ ഉസ്താദാണ്, പുരോഹിതനാണ്, വിഘടനവാദി നേതാവായിരുന്നു അദ്ദേഹം. അന്നൊക്കെയും അദ്ദേഹത്തിന് കിട്ടിയ പേര് തീവ്രവാദി എന്നാണ്. അങ്ങനെയുള്ള പെരുമാറ്റമായിരുന്നു. ആളുടെ പേര്, വിഘടനവാദി നേതാവിൻ്റെ പേര് മിർ വൈസ് ഉമർ ഫാറൂഖ്. അതായത് കാശ്മീരിൽ വളരെ പ്രശസ്തനാണ്, പ്രമുഖനാണ്, വലിയ നേതാവാണ്. ഹൂറിയത്ത് കോൺഫറൻസ്, APHC എന്നാണ് പറയുക. AP എന്നുള്ള അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയില്ല. ചെയർമാനാണ് അദ്ദേഹം, ഉമർ ഫാറൂഖ്. നിസ്സാരക്കാരനല്ല എന്നർത്ഥം. അദ്ദേഹം ശ്രീനഗറിലെ ചരിത്ര പ്രാധാന്യമുള്ള ജാമിയ മസ്ജിദിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടയിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള പ്രശംസ നടത്തിയത്. ഇനി അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. പ്രത്യേകിച്ചും കാശ്മീരിൽ അവർ ഒരു കാലഘട്ടത്തിൽ ചെയ്തു വെച്ച മഹാ അപരാധം, ആ അപരാധത്തിന് പകരം വീട്ടാൻ അവിടുന്ന് ഗതികെട്ട് അവിടുന്ന് ഓടിപ്പോയവരുടെ അടുത്ത തലമുറയുണ്ട്. കാശ്മീർ പണ്ഡിറ്റുകളുടെ അടുത്ത തലമുറയുണ്ട്. അവർ തിരിച്ചവിടെ എത്താൻ തുടങ്ങി. അവരെ കൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് എല്ലാം മയപ്പെടുത്തുന്നത്. അതൊരു ടാക്റ്റിക്സാണ്.
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നല്ല കാര്യമാണ്. ഒരു മുസ്ലിം ഒരു ഹിന്ദുവിനെ കുറിച്ച് നല്ലത് പറയുന്നു, ഒരു ഹിന്ദു ഒരു മുസ്ലിമിനെ കുറിച്ച് നല്ലത് പറയുന്നു, നല്ല കാര്യമാണ്, വലിയ കാര്യമാണ്. അങ്ങനെ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ മറ്റൊന്നും കൂടിയുണ്ട്, ഇയാൾ മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്. ഇത്രയേ പറയുന്നുള്ളൂ. സംഘപരിവാർ ഇത്രയേ പറയുന്നുള്ളൂ. ദേ അവനുണ്ടല്ലോ, ആ പോകുന്നവൻ, അവൻ ക്രിസ്ത്യാനിയാ. എടാ ജോസഫേ സുഖമല്ലേ? ആ സുഖമായിരിക്കണു. ദേ പോകുന്നത് അബൂബക്കറ. അസ്സലാമു അലൈക്കും. വാലൈക്കും മുസ്സലാം. അങ്ങയ്ക്ക് സുഖമല്ലേ സ്വാമി? ആ എനിക്ക് സുഖമാണ്. അപ്പോൾ അയാളാരാണ്? ക്രിസ്ത്യാനി. ഇയാളാരാ? മുസ്ലിം. ഇയാളാരാ? ഹിന്ദു. നമ്മളാരാ? നമ്മൾ ഭാരതീയർ. പിന്നെ ഇവിടെ എന്താ പ്രശ്നം? പറ, എന്താ പ്രശ്നം? ആ ഒരവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ കയറി വരികയാണെങ്കിൽ ആരും അതിന് മാർക്കിട്ട് കൊടുക്കാൻ ഞാനാളല്ല കേട്ടോ. പക്ഷെ എൻ്റെ മനസ്സിലും ഒരു ലഡ്ഡു പൊട്ടുക എന്ന് പറയില്ലേ, അതിന് ഞാനാണ് മാർക്കിട്ട് കൊടുക്കുന്നതെങ്കിൽ 100-ൽ 150 മാർക്കിട്ട് കൊടുക്കും. അങ്ങനെയാണ് വേണ്ടത്. കാരണം നമ്മളുടെ ഒരു പക്ഷി പോലും അതിൻ്റെ കൂട്ടിൽ അത് കാഷ്ടിച്ച് വെക്കാറില്ല. നമ്മളുടെ നാട്, ആ നാടിനകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട്. ഹിന്ദുവിന് ഹിന്ദുവായിട്ട് ജീവിക്കാം, അയാൾക്ക് അമ്പലത്തിൽ പോകാം, മുസ്ലിങ്ങൾക്ക് അതുപോലെ തന്നെ, ക്രിസ്ത്യാനികൾക്ക് അതുപോലെ തന്നെ. ആ ഒരു സുഖ ഭദ്രത, ശീതളിമ അത് കൃത്യമായിട്ട് ഏറ്റുവാങ്ങി അതിൽ വിലസണം, അർമാദിക്കണം. പക്ഷെ അതിന് പകരം ആവശ്യമില്ലാതെ സമൂഹത്തിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അതിൽ പ്രധാനമായിട്ട് ബാങ്ക് വിളി. എന്തിനാണ് ഇങ്ങനെ അലറുന്നത്? പണ്ടൊക്കെ ശരിയാണ്, ഇപ്പോൾ വാച്ചുണ്ട്. പള്ളി എവിടെയാണെന്നറിയാം. മരുഭൂമിയിൽ, ഒറ്റപ്പെട്ട മരുഭൂമിയിൽ ഇങ്ങനെയാണല്ലോ മരുഭൂമി കിടക്കുന്നത്. ആടിനെ മേയ്ക്കാൻ വേണ്ടി ഈ കുന്നിൻ്റെ ഇപ്പുറത്ത് വരുന്നു. ഇവിടെ വരുമ്പോഴേക്കും കാറ്റ് ഊതിക്കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കുന്ന് ഇങ്ങനെയായിട്ട് മാറും. പിന്നെ അയാൾ നോക്കുക എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയില്ല. ആ സമയത്ത് പാട്ട കൊട്ടിയിട്ടും പല രൂപത്തിലും അന്ന് നബിത്തിരുമേനുള്ള കാലഘട്ടത്തിൽ ചെയ്തൊരു കാര്യമാണത്. ഉയർന്നൊരു സ്ഥലത്ത് നിന്ന് പാട്ട കൊട്ടും, സമയമായി, പ്രാർത്ഥനയുടെ സമയമായി, തിരിച്ചു വരാൻ പറഞ്ഞിട്ട്. ഇന്നിപ്പോൾ ആ കൊണാപ്പിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യണം? ആ പള്ളിക്കകത്ത് ഒരു ആചാരം എന്നുള്ള നിലയ്ക്ക്. ഞാൻ അബുദാബിയിൽ പോയ സമയത്ത് അവിടെ മൊബൈലിലാണ് ആ കാര്യം വരുന്നത്. മൊബൈലിനകത്ത് വാങ്ങുവിളി ആ സമയത്തിന് വരികയാണ് അവിടെ. അതുപോലെ തന്നെ അവിടുത്തെ ഗ്രേറ്റ് മോസ്ക് ഉണ്ട്, ഇവിടുത്തെ ഏറ്റവും വലിയ മോസ്ക്. അവിടെയുള്ള വാങ്ങുവിളി, അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ഇരുന്ന് സംസാരിക്കാം. അവിടെ ആരും ചോദിക്കാനും പറയാനുണ്ടോ? അവരങ്ങോട്ട് ബാങ്ക് വിളിയിലോ 10-40 കോളാമ്പിയും വെച്ച് കഴിഞ്ഞാൽ ആരും ചോദിക്കാനുണ്ടോ? പക്ഷേ അവിടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള കിലോമീറ്ററോളം ചുറ്റുമുള്ള എല്ലാ വീടുകളുടെയും മൊബൈലിൽ ആ ബാങ്ക് വിളി കേൾക്കാൻ പറ്റും. അവിടെ അതവിടെ റിപ്പീറ്റ് ചെയ്യുന്നതർത്ഥം. എത്ര മനോഹരമായിട്ടുള്ള കൽപ്പനയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ മറ്റുള്ള മതങ്ങളെ അധിക്ഷേപിക്കുക, സന്യാസിമാരെ അധിക്ഷേപിക്കുക, ഗീതയെ അധിക്ഷേപിക്കുക, ബഹുദേവതാവാദത്തെ അധിക്ഷേപിക്കുക, എന്നിട്ട് ഇപ്പുറത്ത് ചെയ്യുന്നു കുഴിച്ചിട്ട ആളുകളെ പൂജിക്കുക, ഖബർ പൂജ ചെയ്യുക. അജ്മീറിലൊക്കെ അതല്ലേ നടക്കുന്നത്. മന്ത്രവാദം, പാണക്കാടെന്ന് നടക്കുന്നത് മന്ത്രവാദം, പൊട്ടുതൊട്ട് കൊടുക്കൽ, ഊതി കൊടുക്കൽ, ഇതൊക്കെയല്ലേ അവിടെയും നടക്കുന്നത്. അപ്പോൾ അത്തരം ചില നിലപാടുകൾ ചെയ്യുന്നവരാണ് പറയുന്നത് ദൈവരെ ബഹുദേവതാവാദികളാണ്. ഹിന്ദു ബഹുദേവതാവാദികളല്ല. ഹിന്ദുക്കളിൽ പലരും പലതിനെ ആരാധിക്കുന്നുണ്ട്, അത് തെറ്റല്ല. ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന. ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന. ഉപാസകന്മാരുടെ ആവശ്യത്തിനായിട്ട് സാധാരണക്കാരുണ്ട്. അപ്പോൾ അവരോട് എന്ത് ചെയ്യണം? അവരോട് പറയുമ്പോൾ കുട്ടിയോട് നമ്മൾ എന്താ പറയുക? അമ്മ അല്ലെങ്കിൽ മുത്തശ്ശി, എങ്ങനെ ഈ മഴ പെയ്യണേ? അത് ഇന്ദ്രനൊരു ആനയുണ്ട് ഐരാവതം എന്ന് പറഞ്ഞിട്ട്, അത് മൂത്രമൊഴിക്കുന്നതാ. അതെയാ, അത് ശരി. അതിന് മൂത്രമൊഴിക്കാൻ വേറെ മണമൊന്നും ഉണ്ടാവില്ല. ഇല്ല, അത് നല്ല മൂത്രം, അമൃതല്ലടാ. അപ്പോൾ പക്ഷേ 25 വയസ്സുള്ള കുട്ടി അമ്മൂമ്മയോട് ചോദിക്കൂ, അമ്മൂമ്മേ ഇതെങ്ങനെയാണ് മഴയുണ്ടാവണേ? അതൊരു ആന മൂത്രം ഒഴിക്കണം. ഞാൻ അമ്മൂമ്മയ്ക്ക് തലയ്ക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ കുട്ടികൾ പറയുമ്പോൾ അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ വേണം പറയാൻ വേണ്ടിയിട്ട്. കൊച്ചു കുട്ടികളോട് പറയുമ്പോൾ സൂര്യൻ ഉദിക്കുന്നുണ്ട്, അത് ഞാൻ സൂര്യൻ കടലിൽ വീണ് എരിഞ്ഞു പോകുന്നുണ്ട്, എരിഞ്ഞു തീരുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലം കഴിഞ്ഞാലോ നമ്മളെന്താ പഠിക്കുക? സൂര്യൻ എവർ ഷൈനാണ്. സൂര്യൻ കെടുന്നുമില്ല, കത്തുന്നുമില്ല, ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. നമ്മൾക്ക് തോന്നുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഹിന്ദുക്കൾ ഉപാസകന്മാരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പലപ്പോഴും പല രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് പാമ്പിനെ ഇഷ്ടം, ആ പാമ്പിൻ്റെ ദേവതയെ ഉപാസിച്ചു.
ഏത് ഉപാസനയാണെങ്കിലും എല്ലാ നദീനാം യഥാ നദീനാം ബഹോംബുവേഗാഹ സമുദ്രമേവാപി മുഖാദ്രവന്തി, എല്ലാ വിധത്തിലുള്ള നദികളും അവസാനം ചെന്നെത്തിച്ചേരുന്നത് എങ്ങനെ ഒഴുകിയെത്തിയിരുന്നു സമുദ്രത്തിലെന്നറിയാവുന്ന ഹിന്ദുക്കൾ തുടക്കത്തിൽ അവന് രൂപം വേണോ ആയിക്കോ, പക്ഷെ അവസാന വിചിന്തനത്തിൽ കാലങ്ങൾ എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ജന്മജന്മാന്തരം എന്ന് പറയും, അവസാനം എത്തിച്ചേരുന്ന എന്താ ഈ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന സകലവിധമായ കാര്യങ്ങളുടെയും മൂലാധാരം സത്യമാണ്, സദ്വസ്തുവാണ്. അതുകൊണ്ടാണ് പറയുന്നത് സത്യം മാത്രമാണ് സത്യം. ഇപ്രകാരം മറ്റൊരു മതത്തിൻ്റെ അഥവാ ഹൈന്ദവ തത്വങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്ത ചെല്ലപ്പിള്ളേർ, ചെല്ലപ്പട്ടികൾ, അവർ കുരയ്ക്കുമ്പോഴും അതിന് വ്യാപന സ്വഭാവം വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ വന്ന് കൊള്ളുമല്ലോ. ഇപ്രകാരം നിങ്ങൾ ബഹുദേവതാരാധനക്കാരല്ലേ എന്നെല്ലാം പറഞ്ഞ്, അതുമാത്രമല്ല സ്വയമായിട്ട് സ്വന്തം പ്രോഗ്രാംസിനെ വല്ലാതെ അവർ കയറ്റിയും പറയും. അവസാനം പറയും അത് മാത്രമാണ് സത്യം. മാത്രമല്ല അതിനെ ഒരു ഉപോത്ബലകമായിട്ട് കാണുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാ. ലാ ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം, ലാ ഇല്ല, അള്ളാഹു അല്ലാതെ വേറൊരു ദൈവമില്ല. അതവരുടെ ഒരു ഇപ്പോൾ ഇവിടെ പറയുന്ന മറ്റേ എന്തായാലും പറയുക, ഹൈന്ദവർ പറയുന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ബ്രഹ്മം മാത്രമാണ് സത്യം, ഈ കാണുന്നതും കേൾക്കുന്ന അനുഭവം കഴിയുന്ന എല്ലാം മിഥ്യയാണ്. അത് ആ സങ്കല്പം അവരവരുടെ തത്വമായിട്ട് അവരവരുടെ മനസ്സിൽ സൂക്ഷിച്ചാൽ മതി. അത് തന്നെയല്ലേ അപ്പുറത്ത് പറയുന്നത്, അതല്ലേ ഖുറാൻ ബൈബിൾ പറയുന്നത്, ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിനടിയിലുള്ള ഒന്നും അവനല്ല, അവൻ പരമമായി സത്യമാണ്. ഇത് അന്യോന്യം മനസ്സിലാക്കുകയല്ലേ വേണ്ടത്. നമ്മൾ ലണ്ടനിൽ പോയിട്ട് കടയിൽ പോയിട്ട് ഒരു കുപ്പി വെള്ളം തരൂ, ഞാൻ അങ്ങനെ പറയുള്ളൂ. അപ്പം മറ്റേ പറഞ്ഞു ഇവിടെ വാട്ടർ എന്ന് പറഞ്ഞാൽ അത് കിട്ടുള്ളൂ, ഞാൻ വാട്ടർ എന്ന് പറയില്ല. അതിൽ പറഞ്ഞ അർത്ഥമുണ്ടോ? ഭാഷയ്ക്കുള്ള വ്യത്യാസം മാത്രമേ കാര്യങ്ങൾക്കുള്ളൂ എന്ന് ഗഹനമായിട്ടുള്ള പഠിത്തത്തോടു കൂടി അറിയുന്ന ആളുകളുണ്ട്, മേധാവിത്വമുള്ള ആളുകൾ. അവരെയാണ് നല്ല മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അവർക്കൊന്നും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. അതുപോലെ തന്നെ ഇതിന് മറുപടി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത് ഏറ്റവും വലിയ രസം. നിൻ്റെ അള്ളാഹു അല്ലേ ലോകം മുഴുവൻ സൃഷ്ടിച്ചത്, അപ്പോൾ ഹിന്ദുവിനെ സൃഷ്ടിച്ചും അള്ളാഹു അല്ലേടാ എന്നൊക്കെ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത്തരം ആവശ്യമില്ലാത്ത ചൊറിയലും മാന്തലും അത് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുസ്ലിങ്ങൾ. മാത്രമല്ല ഇപ്പോൾ ഗൾഫ് കൺട്രീസിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ആദ്യം അവർ കരുതിയിരുന്നത് സൗദി ഞങ്ങളുടെ രാജ്യം, എങ്ങനെയോ ദൈവത്തിൻ്റെ ഒരു കൈപ്പിഴ പോലെ ഞങ്ങളുടേതല്ലാത്ത രാജ്യത്തിൽ വന്ന് പറഞ്ഞു. അതുകൊണ്ട് എപ്പോഴും അങ്ങോട്ട് നോക്കിയിട്ടാണ് പ്രാർത്ഥന. എവിടേക്ക് അങ്ങോട്ട് നോക്കിയിട്ട് പ്രാർത്ഥന? ദൈവം സർവ്വവ്യാപിയാണെങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചാലും കാര്യം കഴിഞ്ഞില്ലേ? അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു വിധേയത്വം ഉണ്ടാക്കി വയ്ക്കാൻ മറ്റുള്ള കുട്ടികളിൽ പുതു തലമുറയിൽ ഉണ്ടാക്കി വയ്ക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. സൗദി അറേബ്യ എന്ന് പറയുമ്പോൾ ചുണ്ടത്തെന്തോ ഇത് വരുന്ന പോലെയാണ്. നല്ല എന്തായാലും പറയാം, മറ്റേ പായസത്തിൻ്റെ കാര്യം പറയുമ്പോൾ വായിൽ വെള്ളം ഊറില്ലേ, അതുപോലെ സൗദിയുടെ കാര്യം ഇപ്പോൾ മനസ്സിലായി. സൗദി അറേബ്യയിൽ പോയിട്ട് അവിടെ വാങ്ക് വിളിക്കാൻ പോലും പറ്റില്ല. സ്ത്രീകൾക്ക് അവിടെ ട്രൗസർ ഇട്ട് നടക്കാവുന്ന സാഹചര്യങ്ങളായി. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളുടെ ആൾക്കാരല്ലെന്ന്. അപ്പം ഇനി അവിടേക്കുള്ള നോട്ടവും അവസാനിച്ചു. അവരും കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഗൾഫ് കൺട്രീസും കാലത്തിനനുസരിച്ച് വലിയ രൂപത്തിൽ അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് തന്നെ അവരുടെ ഈ പഴയകാല പ്രരൂപങ്ങൾ 1000, 1400, 1500 വർഷം മുമ്പുള്ള പ്രരൂപങ്ങൾ അതിലൊന്നും ഇനിയൊരു പ്രസക്തിയില്ല. അതൊക്കെ അന്തസ്സ് കുറഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾ സംതിങ് സ്പെഷ്യലാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കോപ്രായങ്ങളാണെന്ന് മനസ്സിലാക്കി വരികയാണ് മുസ്ലിങ്ങൾ. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഈ കാശ്മീരിലെ പ്രമുഖ നേതാവായിട്ടുള്ള ഹൂറിയത്ത് കോൺഫറൻസിൻ്റെ ചെയർമാനുമായിട്ടുള്ള മിർവായിസ് ഉമർ ഫാറൂഖ് ശ്രീനഗറിലെ ചരിത്രപ്രധാനമായിട്ടുള്ള ജാമിയ മസ്ജിദിൽ ഈ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ചത്, ഇടതടവില്ലാതെ രാജ്യം ഭരിച്ചത്, ഏറ്റവും സ്വാധീനമുള്ളത്, ഏറ്റവും മഹത്വമേറിയ ആളുകളുടെ പട്ടികയിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ഥാനം. അതാണ് മിർവായിസ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അവരാളുകൾക്ക് വേണ്ടിയിട്ട്
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ട് അധികാരമേറ്റ കാലയളവിലെ വിദേശ നയങ്ങൾ മിർവായിസ് തൻ്റെ പ്രസംഗങ്ങളിൽ പ്രത്യേകം അനുസരിച്ചു. അദ്ദേഹം പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ട് അധികാരം ഏറ്റെടുത്ത സമയത്ത് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക സഹകരണത്തിനുമാണ് മുൻഗണന നൽകിയത്. അദ്ദേഹത്തിൻ്റെ ആ നീക്കങ്ങൾ ദക്ഷിണേന്ത്യയിലുടനീളം വലിയൊരു സമാധാന പ്രതീക്ഷ ജനിപ്പിച്ചിരുന്നു. ഏറ്റവും ദീർഘകാലം രാജ്യം ഭരിക്കുന്ന നേതാവെന്ന നിലയിൽ ആ പഴയ ചർച്ചകൾ, കൂട്ടായ്മകൾ അന്തരീക്ഷത്തിൽ തിരികെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, വലിയ രൂപത്തിൽ സാധിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെയും അവർ ദക്ഷിണേന്ത്യയിലെയും ശാശ്വതമായിട്ടുള്ള സമാധാനത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ ഇതിനെല്ലാത്തിനും അദ്ദേഹം മുൻകൈ എടുത്തിട്ടുണ്ട് എന്നും മിർവായിസ് ഉമർ ഫാറൂഖ് സൂചിപ്പിച്ചു. മുൻ പ്രധാനമന്ത്രിമാരായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി, ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നിവർ കാശ്മീർ വിഷയത്തിലും അവരെ പാകിസ്ഥാൻ നയതന്ത്രത്തിലും കാണിച്ച ആർജവും ഇപ്പോഴത്തെ കേന്ദ്ര നേതൃത്വവും ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അതിനേക്കാൾ വലിയ രൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും ചർച്ചകൾക്ക് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ടെന്നും അത് രാജ്യങ്ങൾ തമ്മിലുള്ള അവിശ്വാസം കുറയ്ക്കാൻ സഹായിക്കുമെന്നും മനസ്സിലാക്കിയവരാണ് നരേന്ദ്രമോദി എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭൂമിയിലെ ജനസംഖ്യയിലെ 4/1 ജീവിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്. ഇവിടെ ഇന്ത്യയിൽ വലിയ സാമ്പത്തിക സാംസ്കാരിക ശേഷിയുള്ള ഈ മേഖല പതിറ്റാണ്ടുകളായിട്ടുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ കാരണം അത് ചെറിയ രൂപത്തിൽ പിന്നോട്ട് പോകുന്നു. എത്രമാത്രം മുന്നോട്ട് പോകണം അത്ര സ്പീഡിൽ പോകുന്നില്ല എന്ന് സാരം, വേണ്ടുന്ന മൊമെൻറ്റം കിട്ടുന്നില്ല എന്ന് സാരം. അതിന് മാറ്റം വരണമെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും സമാധാനത്തിൻ്റെ പാത സ്വീകരിക്കണം എന്നും മിർവായിസ് ആവശ്യപ്പെട്ടു. കർബയിലെ രക്തസാക്ഷിത്വം നമ്മളെ പഠിപ്പിക്കുന്നത് അഹങ്കാരത്തിനും ശക്തിപ്രയോഗത്തിനും മേലെ സത്യവും സംവാദവുമാണ് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ഏതായാലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ മുസ്ലിം സംസ്ഥാപനങ്ങളിൽ നിന്ന് മുസ്ലിം നേതാക്കന്മാരിൽ നിന്ന് വരുന്ന വാക്കുകൾ, അവരുടെ പ്രസംഗങ്ങൾ, അവരുടെ ചിന്തകൾ, നിലപാടുകൾ എല്ലാം വളരെയധികം സർഗാത്മകമാണ്. അത് ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക്, രാജ്യത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള വളർവിന്, മേൽഗതിക്ക് അത് വളവും വെള്ളവും നൽകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം.